വസല്ലമയുടെ പേരിൽ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന മാസമാണ് റബീഉൽ അവ്വൽ. ഈ റബീഉൽ അവ്വൽ മാസത്തിലെ ജന്മദിനാഘോഷത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇന്ന് ഇവര് ആലപിച്ചുകൊണ്ടിരിക്കുന്ന, പാടിക്കൊണ്ടിരിക്കുന്ന, ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന മദ്ഹ് എന്ന ഓമന പേരിട്ടുകൊണ്ട് ചെയ്യുന്ന മൗലിദ്, ഈ മൗലിദിന് വല്ല അടിത്തറയുമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. രണ്ട്, ഈ മൗലിദ് കിതാബുകളിലൂടെ ഇവര് പറയുന്നത് മുഴുവനും ഹിമാലയൻ നുണകളാണ്. ഖുർആനിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾക്കും സ്വഹാബത്ത് മനസ്സിലാക്കിയ ആശയങ്ങൾക്കും എതിരെ ശക്തമായ എതിരെയുള്ള കാര്യങ്ങളാണ്. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ വനുഅ്മിനു കമാ ആമനസ്സുഫഹാഉ അലാ ഇന്നഹും സുഫഹാഉ വലാകിൻ ലാ യഅലമൂൻ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, എന്താണ് അവരോട് പറഞ്ഞത്? വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, നിങ്ങൾ റസൂലിന്റെ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക, അവര് മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ഉൾക്കൊള്ളി എന്ന് പറഞ്ഞാൽ അവര് പറയുമെന്ത്? ആ പോയത്തക്കാരായ സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. അള്ളാഹു തആല പറഞ്ഞെന്താരോ, അവരല്ല പോയത്തക്കാര്, മറിച്ച് ഏറ്റവും വലിയ പോയത്തക്കാര് നിങ്ങളാണ് എന്നാണ്. അതുകൊണ്ട് ഈ കൗമിനോട് നമുക്ക് പറയാനുള്ളത് ഈ ആയത്താണ്. മറ്റൊരായത്തും കൂടെ ഉണ്ട്. എന്താണ് അവരോട് നമുക്ക് പറയാനുള്ള മറ്റൊരായത്ത്? എന്താണ്? വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂൽ, അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിലേക്ക്, അഥവാ അല്ലാഹുവിന്റെ ഖുർആനിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും, എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും ആകുന്ന ഇസ്ലാമിന്റെ പ്രമാണം, ആ സ്വഹാബത്ത് മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങൾ വരൂന്ന് പറഞ്ഞാൽ ഖാലു, അവർ പറയും ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾക്ക് ഞങ്ങൾ വാപ്പമാർ ചെയ്തേ മതി, നിങ്ങൾ കൊണ്ടുവന്ന പുത്തൻവാദം ഒന്നും വേണ്ടാന്ന്. അപ്പൊ ഇതൊക്കെ പുത്തൻവാദമായിട്ട് കാണുന്ന ആളുകള് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ തലയിണക്ക് മുകളിൽ വെള്ള തുണി വിരിച്ച് മൗലിദ് കിതാബ് നിവർത്തി വെച്ച് ഉലുവാനും കുന്തിരിക്കൊക്കെ പുകപ്പിച്ച് ഹൂദൊക്കെ പുകപ്പിച്ച് ഒരു ആത്മീയ നിർവൃതിയോടുകൂടി അംദു സ്വലാത്ത് ചൊല്ലി തുടങ്ങുന്ന ഈ കിതാബിലുള്ള വിഷയങ്ങൾ നമുക്ക് 1-2 മണിക്കൂർ കൊണ്ട് പറഞ്ഞാലും തീരൂല. എന്നാലും ഒരു ഇൻഷാ അല്ലാഹ് നമുക്കൊരു 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റിൽ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഉണർത്തുകയാണ്. ഒന്ന്, മൗലിദ് കിതാബ് പറയുന്നത് നോക്കൂ നിങ്ങൾ. മങ്കൂസ് മൗലിദ്, ഷറഫുലന മൗലിദ്, അതാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. അതിൽ പറയാണ് عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم ب1000 عام يسبح الله ذلك النور وتسبيح الملائكة بتسبيحه. എന്താ പറയണത്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരോട്? അതൊന്നുമില്ല. ഈ പഞ്ചായത്ത് പൈപ്പിന്റെയും പഞ്ചായത്ത് കിണറിനൊക്കെ എടുത്തു നിന്നിട്ട് നാളെ പെണ്ണുങ്ങൾ പറയുന്ന വർത്താനത്തിന് വല്ല തനിമാരുണ്ടാവും. അങ്ങനത്തെ വർത്താനം ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അന്നവകാല കൊത്ത് നൂറമ്പൈന എതിയില്ലായി അസ്സവജല്ല ഖബല അൻ യഖ്ലുഖ ആദമ ബി1000 യാമിൻ യുസബ്ബിഹുല്ലാഹു ദാലിക നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് എന്റെ പ്രകാശം ഉണ്ടായിരുന്നു മലവുല്ലാലയില്. റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം ഉണ്ടായിരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് എത്ര കൊല്ലം മുമ്പ്? 2000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഫലമ്മാ ഖലഖല്ലാഹു ആദമ അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ ഈ പ്രകാശത്തെ ആ മണ്ണിൽ കൂട്ടിക്കുഴച്ചു എന്നാണ്. എങ്ങനെ? ആ മണ്ണിൽ കൂട്ടിക്കുഴച്ചു. പിന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് ഫലമാ ഖലഖല്ലാഹു തആല ആദം അലൈഹിസ്സലാം അൽഖാ ദാലിക നൂറ ഫീ തീനതിഹി. പിന്നെ പറയാണെന്ന് ഫഅഹബതനി ഫീ സുൽബി ആദം അലൈഹിസ്സലാം ഇലൽ അർളി വജഅലനി ഫീ സുൽബി നൂഹ് അലൈഹിസ്സലാം. പിന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തോടുകൂടി നൂഹ് അലൈഹിസ്സലാമിന്റെ മുതുകത്തേക്ക് ആ പ്രകാശം പോയി. പിന്നെ അവിടുന്ന് വജഅലനി ഫീ സുൽബി ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുതുകിലേക്ക് ആ പ്രകാശം കൈമാറി. പിന്നെ അവിടുന്ന് അങ്ങനെ അതിങ്ങനെ പോന്ന് അത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈന അബവൈഹി വലം യൽതഖിയ അലാ സിഫാഇൻ ഖത്ത്. പിന്നെ അത് എന്റെ
മാതാപിതാക്കളുടെ മുറുകിലൂടെ അങ്ങനെ വന്നു, അങ്ങനെ ആ ഗർഭത്തിൽ ഞാൻ ഉദയം കൊണ്ടു എന്നാലോചിച്ചു. ഈ കൗതുക വാർത്ത ഖുർആനിലോ ഹദീസിലോ എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. ആദ്യമായി പ്രപഞ്ചത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ച വസ്തു എന്നത് കലമാണ്, അല്ലാതെ റസൂലുള്ളാഹിന്റെ നൂറല്ല. ലൗലാക ലൗലാക ലമാ ഖലഖുൽ അഫ്ലാഖ്, അല്ലേ? മറ്റൊരു ഹദീസ്, റസൂലെ നിങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ ആദ്യമായി ഞാൻ സൃഷ്ടിച്ചു എന്നത് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഇത് ദഈഫായ ഹദീസാണ്. ഇത് പല ഗ്രന്ഥത്തിലും ഉണ്ട് എന്നവർ പറയാണ്. ഇല്ല. എന്നാൽ ബദഉൽ ഖൽഖ്, സൃഷ്ടിപ്പിന്റെ തുടക്കം എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി ധരിച്ച സ്വഹീഹ് ഹദീസിൽ എന്താണുള്ളത്? അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ച കലമാണ്. ആ കലമിനോട് അല്ലാഹു തആല കൽപ്പിച്ചു ഉണ്ടാകാൻ പോകുന്നതൊക്കെ എഴുതുന്ന. അങ്ങനെ എഴുതിയതാണ്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം നമ്മൾ ആദ്യം സൃഷ്ടിച്ചത് എന്ന് എവിടെയുമില്ല. ഇനി മാത്രമല്ല, ഈ പ്രകാശത്തിന്റെ കഥ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ജാല മുഹമ്മദ് മൗലിദിലും അതേപോലെ തന്നെ ഫാത്തിമ മൗലിദിലും അതേപോലെ തന്നെ സർദി മൗലിദിലും ഒക്കെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. 4 ലക്ഷം കൊല്ലം എന്ന് സർദി മൗലിദിൽ പറയുന്നു, 70,000 കൊല്ലം എന്ന് വേറെ മൗലിദിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ എന്താണ് മറ്റൊരു മൗലിദിൽ മാലയിൽ പറയുന്നത് 1,00,000 കൊല്ലം എന്നാണ്. ഇങ്ങനെ പലതരത്തിൽ അഭിപ്രായ വ്യത്യാസവും ഇതിലുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? ഇത് കള്ളക്കഥ ആയതുകൊണ്ടാണ്. അള്ളാന്റെ കലാമം സ്വഹീഹ് ഹദീസാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. അപ്പോ ഈ പ്രകാശത്തിന്റെ കഥ ഒരു അടിത്തറയും ഇല്ലാത്തതാണ്. മാത്രമല്ല, ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു തആല സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. ആ ആദം അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മാതാവിനും പിതാവിനും ജനിച്ച ഒരു മനുഷ്യനാണ്. എനിക്ക് അല്ലാഹു തആല വഹി നൽകുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് അസാധാരണമുള്ളത് എനിക്ക് വഹിയാണ്. മഇസത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട്, ഒക്കെ അംഗീകരിക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തല്ല, പ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയല്ല, മറിച്ച് മനുഷ്യ സൃഷ്ടിയാണ്, മണ്ണിന്റെ സത്തയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, ഈ ഗർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് പറയുന്ന മറ്റൊരു രസകരമായ കഥ. അപ്പൊ നമ്മള് ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക, മൗലവി കിതാബിലെ കള്ളക്കഥ ഒഴിവാക്കുക. പിന്നെ മറ്റൊരു കഥ നോക്കൂ നിങ്ങള്. ഫലം ബിഹാ തൽഖുൻ നിഫാസ് വലം യഅലം ബിഹാ അഹദും മിനൻ നാസി ബസസത് അഖഫു ശഹ്വാഹാ ഇലാ മൻ യഅലമു സിർഹാ വനജ്വാഹാ. മാതാവ് ആമിന ബീവിക്ക് പ്രസവ വേദന കഠിനമായപ്പോൾ ഒരൊറ്റ മനുഷ്യനും ആ വേദന അറിഞ്ഞില്ല. മാത്രമല്ല, ആ സമയത്ത് 2 കൈകളും നീട്ടി അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു എന്നും ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ വിഷമുള്ള സമയത്ത് ആമിന ബീവി അള്ളാഹിനോട് തേടിയതാണ് പറയുന്നത്. ഇതേ മൗലവി കിതാബിൽ തന്നെ പറയുന്നത് എന്താണ്? അബ്ദുക്കൽ മിസ്കീന യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് ഹസൻതു ളന്നി യാ ബശീറു യാ നദീർ. അബ്ദുക്കൽ മിസ്കീന യർജു, അങ്ങയുടെ സാധുവായ അടിമ അങ്ങയുടെ ഔദാര്യവും കൃപയും കാംക്ഷിച്ചുകൊണ്ട് ഇതാ മടങ്ങിയിരിക്കുന്ന നബിയെ എന്നതിലേക്ക്. നമ്മൾ അള്ളാന്റെ അടിമല്ലേ? അതാണ് റസൂൽ അള്ളാന്റെ അടിമയല്ലേ? റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പോലും പറഞ്ഞ എന്താണ്? റസൂലുള്ളാഹി സ്വഹാബികളോട് പറഞ്ഞെന്താ? ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. മറിയമിന്റെ മകൻ ഈസാ അലൈഹി ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ അതിരുവിട്ട് പുകഴ്ത്തി അള്ളാന്റെ മോനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് എന്നെ പറ്റി അതിരുവിട്ട് പുകഴ്ത്തരുത്. അത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇല്ലാത്ത മൗലിദ് പറയരുത്. ഇന്നി അന അബ്ദുല്ലാഹി, ഞാൻ അള്ളാന്റെ അടിമയാണ്, വറസൂൽ, അള്ളാന്റെ റസൂലുമാണ്. അതുകൊണ്ട് ഖൂലു അബ്ദുല്ലാഹി വറസൂൽ, അള്ളാന്റെ അടിമയും റസൂലും എന്നേ പറയാവൂ. ഇവിടെ അബ്ദുക്കൽ മിസ്കീന യർജു, അങ്ങയുടെ അടിമയിൽ അങ്ങയിലേക്ക് മടങ്ങിയിരിക്കുന്നു. നമ്മൾ ആരടിമ? അപ്പൊ ഖുർആനെതിരെ ഹദീസിനെതിരെ ആലോചിച്ച് നിങ്ങള്. അതേപോലെ ഇല്ലല്ല, അതാണ്. അല്ല, അള്ളാഹിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നു. അല്ല, അള്ളാഹിനോട് അവർ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞാലേ, പായക്കപ്പൽ ഉപയോഗിച്ച് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ കുടുങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹിനെ മാത്രം വിളിക്കവിടെ കടലില്, കരയിലല്ല, കടലില്.
അള്ളാഹനെ മാത്രം ഇബ്രാഹിം നബി ഇല്ല, ഇസ്മായിൽ നബി ഇല്ല, ലാത്ത മനാത്ത പോലെ ഒരു ഔലിയാക്കന്മാരും ഇല്ല. അള്ളാഹനെ മാത്രം. ഫലമ്മ നജ്ജാഹു മിനൽ ബർരി, അങ്ങനെ അള്ളാഹു അവരെന്ത് ചെയ്യും? ആ ദുആ കൊണ്ട് കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ ഇദാഹും യുശ്രികൂൻ, അവരപ്പം പോയി വീണ്ടും ശിർക്ക് ചെയ്യും. ഈ കഅബാലയത്തിന് കില്ല പിടിച്ചുകൊണ്ട് ബദർ യുദ്ധത്തിന് വേണ്ടി വന്ന അബൂജഹൽ ദ്വാരനെ ആരോടാ? ഇറയോന് ഹാദൽ ബൈത്തോട് നയന ഹക്കോട് ബാക്കി കണ്ടില് ഇതയിൽ ഫീരിത്ത് ഖലാസിയ താക്കിടോ നീ ഫരനെ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കിടു ദായിമിൽ കാത്തിവ്. അല്ലെ, അള്ളാനെ വിളിച്ചിട്ട് തേടിയതാണ്. അപ്പൊ കൊടുക്കുമ്പോൾ അള്ളാനെ വിളിക്കലുണ്ട്. അപ്പൊ അലിമാമിയെ വിളിച്ചിട്ടുണ്ടാവും, പക്ഷെ അലിമാമി മുസ്ലിം ആയിട്ടല്ല മരിച്ചത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ സംഭവം പറയാം. അപ്പോ അങ്ങനെ പ്രസവവേദന തുടങ്ങി. ഇതാ ആസിയ. അപ്പോ പ്രസവവേദന എങ്ങനെ തുടങ്ങിയപ്പോ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന ആൾക്കാരാരാ? ആസിയ ബീവി. ആരാണ് ആസിയ ബീവി? ഫിറഔന്റെ ഭാര്യ. പ്രസവം എടുക്കാൻ വന്നാണത്തെ. അപ്പൊ മറിയമ ഇബ്നത ഇമ്രാൻ റളിയല്ലാഹുവിന്റെ മകള് മറിയം ബീവി. പിന്നെയോ ജമാഅത്തു മിൻ ഹൂറിൻ ഐസാൻ, സ്വർഗലോകത്തുള്ള ഊർലിങ്ങളൊക്കെ ഇറങ്ങി വന്നു. പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറിയം ബീവി, മാസാ ബീവി ഒക്കെ വന്നു. അങ്ങനെ അവർക്കുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും പമ്പ കടന്നു. കാരണം കാര്യപ്പെട്ട ആൾക്കാരല്ലേ ഇറങ്ങി വന്നത്. എവിടെയെങ്കിലും ഇങ്ങനെ സംഭവം റസൂലുള്ളാഹിന്റെ താരീഖിൽ പറയുന്നുണ്ടാവും. ആലോചിച്ച് നോക്കി. ഇനി പ്രസവം കഴിഞ്ഞതിന് ശേഷം പറയാനുള്ളത് കാലത്ത് ഹലീമ ബീവി ഹലീമ ബീവി എന്ത് ചെയ്തു? കുട്ടിനെടുത്തു. അങ്ങനെ കഅബാലയത്തിന്റെ അരികിലേക്ക് എത്തിയതാണ്. അങ്ങനെ ഫദഖലത്ത് അലൽ അസ്നാം, കഅബാലയത്തിനുള്ള ആരുണ്ട്? 360ഓളം വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളൊക്കെ മുഹമ്മദ് നബി എന്ന ഈ കുട്ടിയെ കണ്ടപ്പോൾ വിറച്ചുപോയി എന്നാണ്. അങ്ങനെ ഹുബുൽ എന്ന ബിംബം തലകുത്തി വീണു. അങ്ങനെ ബിംബങ്ങളൊക്കെ തലകുത്തി വീണു. അപ്പൊ ഈ മൗലിയിൽ പറയുന്ന കഥയാണ് ഇപ്പത്. ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. മൗലിയമാര് നല്ല അബ്ദുസലാത്ത് ചെല്ലും പള്ളിയുടെ ഉള്ളിലും വെരിയിലും ആൾക്കാർക്ക് നല്ല ആൾക്കാരുടെ കൈമണക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ചെല്ലണത് ഈ കള്ളക്കഥയാണ്. ഈ കള്ളക്കഥയാണ്. മാത്രല്ല ഇതിൽ പറയാണെന്ത്, അങ്ങനെ പിന്നെ അങ്ങനെ അജറുൽ അസ്വദ്, അലീമാ ബീബി കുട്ടിയുടെ അജറുൽ അസ്വദിന്റെ അടുത്ത് എത്തി. അജറുൽ അസ്വദിന്റെ അടുത്ത് അങ്ങോട്ട് ഇങ്ങനെ പോണ പോക്കില് അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോ അജറുൽ അസ്വദ് പറഞ്ഞ മുഹമ്മദ് നബി നിങ്ങൾ ഇങ്ങോട്ട് വരില്ല, ഞാൻ അങ്ങോട്ട് വരാതെ. കാര്യപ്പെട്ട ആള് വരുമ്പോ അങ്ങനെയാണല്ലോ, രണ്ടിന്റെ കാര്യപ്പെട്ട ആള് വരുമ്പോ അങ്ങനെയാണല്ലോ. നിങ്ങൾ കൊണ്ട് വരേണ്ട ആചാര്യം നമ്മളാണ്ട് വരാനുള്ള മാതിരി അജറുൽ അസ്വദ് അവിടെ ഇങ്ങോട്ട് വന്നിട്ട് നബിനെ ചുമ്മിച്ചിട്ട് അങ്ങനെ തിരിച്ചുപോയി. ഇസ്ലാമിക ശരീഅത്തിൽ താരീഖുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും സ്വീകാര്യമായ സനദോടുകൂടി ഇങ്ങനെ താരീഖ് പറയുന്നുണ്ടോ? ഖുർആൻ ഹദീസിൽ ഏതായാലും ഇല്ല. അപ്പൊ ഇങ്ങനത്തെ കുറെ ഹിമാലയ ബ്ലണ്ടറുകൾ കാച്ചിയിട്ട് ഇത് വലിയ പുണ്യകരമായ കാര്യങ്ങളാണ് എന്ന് പറയലാണ് സത്യത്തിൽ ഇവരെ അവസ്ഥ എന്നാണ്. എത്രത്തോളം ചോദിച്ചാല് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതില് മറ്റൊരു ഇത് കാണാം, ഫാത്തിമ മൗലിദ്. ഈ ഫാത്തിമ മൗലിദില് ഒരു ആപ്പിളിന്റെ കഥ ഉണ്ട്, അതുകൂടി പറയാം. ആപ്പിളിന്റെ കഥ കേട്ടോളൂ. ولما حملت خديجة بفاطمة وجدت رائية الجنة 9 أشهر ولما وضعت إذا دخلت ورائية إليها فكان النبي صلى الله عليه وسلم إلى الجنة قبلها. ഇതിൽ പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര പോയി. മിഅ്റാജ് മക്ക അംഗീകരിക്കുക. അങ്ങനെ ഇസ്രാ കഴിഞ്ഞ് മിഅ്റാജിലെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കൊട്ടാരം, വലിയൊരു വീട് കാണിച്ചു. ഇത് ആരുതാന്ന് ചോദിച്ചപ്പോ നിങ്ങളെ ഭാര്യ ഖദീജന്റെതാണ്. അപ്പൊ ആ വീടിന് മുകളിൽ നല്ല ആപ്പിളിന്റെ തോട്ടം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആപ്പിൾ പറിച്ചിട്ട് ഖദീജ ബീവി ആപ്പിൾ പറിച്ചിട്ട് റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ തിന്നോളി. അങ്ങനെ വിശ്വാസം തിന്നു. അങ്ങനെ തിന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, താങ്കൾക്ക് അള്ളാഹു ഒരു കുട്ടിയെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ
മൗലിദുകാരൻ പറയാണ് ഫലമ്മ ഹമിലത്ത് ഖദീജ, അങ്ങനെ ഖദീജ ബീബി ഗർഭിണിയായി, ഫാത്തിമ ബീബിയെ ഗർഭം ധരിച്ചു. ഉജിറത്ത് റാഹിയത്തുൽ ജന്നത്തി 9 അശ്ഹുരിൻ, 9.5 മാസം 10 മാസം സ്വർഗത്തിന്റെ മണമായിരുന്നു ഖദീജ ബീവിക്ക്. കാരണം എന്താ? ഉള്ളിലുള്ളത് ചില്ലറക്കാരല്ല, ഇത് ഷിയാക്കളുടെ നാളിന്റെ ഏറ്റവും വലിയ തെളിവതാണ്. കാരണം ഷിയാക്കൾക്ക് ഫാത്തിമ ബീവി ആരാ? അള്ള കഴിഞ്ഞ പിന്നെ റസൂല്, അലിയാര്, ഫാത്തിമ ബീവി, ഹസൻ ഹുസൈൻ, ഈ 5 ദൈവങ്ങളാണ് അവർക്കുള്ളത്. ഇതില്ലാതെ പോലെ ഒരു സംഗതി ഇല്ല. അപ്പൊ ഫാത്തിമ ബീവിന് ഉള്ളിൽ ഗർഭം ധരിച്ചുകൊണ്ട് മാത്രം ഖദീജ ബീവിക്ക് സ്വർഗത്തിന്റെ സുഗന്ധം ഉണ്ട് എന്ന് ഷിയാക്കൾ പറഞ്ഞു. ഈ ഖദീജ ബീവിനെ അംഗീകരിക്കൂല പോലെ. പിന്നെ വലമ്മ വളഅത്ത്, അങ്ങനെ പ്രസവം കഴിഞ്ഞപ്പോൾ ഇതാ ദഖലത്ത് റായിയ, ആ സുഗന്ധം ഫാത്തിമ ബീവിയിലേക്ക് മാറി. പിന്നെ ഖദീജ ബീവിനെ മണക്കൂല. റസൂലുള്ളാഹിക്ക് സ്വർഗത്തെ കുറിച്ച് ആശ ഉണ്ടാകുമ്പോൾ ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കും. എന്ത് വൃത്തികെട്ട വാക്കാണ്! ഒന്ന് ആലോചിച്ച് നോക്കി. സ്വർഗത്തിനെ പറ്റി ആശ ഉണ്ടായാൽ ചുംബിക്കും. ഇത് വലിയ ഗംഭീരമായ ഒരു കഥയായിട്ട് മൗലവിമാരും പറയുന്നതാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മൗലിക കിതാബിൽ ഈ വരി ഇങ്ങനെ കഴിഞ്ഞ് അടുത്ത പേജിൽ വായിച്ചാൽ അതിൽ കാണാം എന്ത്? ഉലിദത്ത് ഫാത്തിമത്ത് ഖബ്ല നബുവത്തി 5 സിനീൻ. ഫാത്തിമ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിച്ചത് നബുവത്തിന്റെ 5 കൊല്ലം മുമ്പാണ്. എന്നാൽ റസൂല് പ്രവാചകനാകുന്നതിന്റെ, മുഹമ്മദ് നബി പ്രവാചകനാണെങ്കിൽ 5 കൊല്ലം മുമ്പ്. നബിക്ക് എന്നാ പ്രവാചകത്വം കിട്ടിയ 40-ാമത്തെ വയസ്സ്. ഫാത്തിമ പ്രസവിച്ച എന്നാ 35-ാമത്തെ വയസ്സ്. മിഅ്റാജ് യാത്ര നടന്നതോ 55 എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ 53 എന്ന് പറയൂ. ശരി, ഏതായാലും 53-ാമത്തെ വയസ്സിൽ ആപ്പിൾ തിന്ന് 35-ാമത്തെ വയസ്സിൽ കുട്ടി ഉണ്ടാകുക. ഭയങ്കര കുട്ടൻസല്ലേ. ഇതെങ്ങനെ മോലിയാരാന്ന് നീച്ച് ഒരൊറ്റ സുന്നി ചക്കൻ ചോദിച്ചാൽ മതി, അപ്പം വഹാബിയാണ് പുറത്താക്കണവനെയാണ്. മറുപടി ഇല്ല. കാരണം എങ്ങനെ മറുപടി പറയാം? ഇമ്മായിട്ട് കുറെ ബ്ലണ്ടറുകൾ അടിച്ച് വിടുന്നതാണ് ഈ മൗലിദ്. അല്ലാതെ ഇത് നല്ല ഹംദ് സലാത്തൊക്കെ ചൊല്ലിയിട്ട് നല്ല ഉഷാറായിട്ട് പറയുമ്പോ അവ പഠിച്ചോലത് നല്ല കാര്യല്ലേ എന്ന് ചില സാധാരണക്കാരായ ആൾക്കാർ വിചാരിക്കും. ഒരിക്കലുമല്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് റസൂലിലൂടെ നൽകിയ തെളിഞ്ഞ ദീൻ, ഖുറാഫാത്തുകളില്ലാത്ത, അന്ധവിശ്വാസങ്ങളില്ലാത്ത, ശിർക്ക് ബിദ്അത്ത് കടന്നു വരാത്ത ദീൻ, അതിനെ 100% നമ്മൾ പുൽകുക. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ സ്വീകരിച്ചുകൊണ്ട് ആ റസൂലിനെ സ്നേഹിക്കുക, ഈ അനാചാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.